താങ്ക് യു ബെന്നി ചേട്ടാ. ബൊക്കെ ഒന്നും വേണ്ട ബെന്നി ചേട്ടാ, ബൊക്കെ ഒന്നും വേണ്ട. ഇന്ന് ബർത്ത്ഡേ ആണെന്നുള്ളത് ഓക്കെ, പക്ഷെ ഇന്ന് ഞാൻ ലാലേട്ടനെ കാണാൻ പോവുകയാണ്. സത്യം ബെന്നി ചേട്ടാ, ഉറക്കം എഴുന്നേറ്റത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷം ഞാൻ പടയെന്ന് പറഞ്ഞ് റെഡിയായി. ലേറ്റ് ആക്കാൻ ഞാൻ പോയിട്ട് വരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. പോയിട്ട് വരാം. ഗൈസ്, ഇന്നലെ രാത്രി പാർട്ടിയും ബഹളങ്ങളും ഒക്കെ ആയിട്ട് എപ്പോ ഒന്ന് കിടന്നുറങ്ങിയെന്ന് പോലും എനിക്കറിയില്ല. അവരുടെ അടുത്തൊന്നും പറഞ്ഞത് പോലും ഇല്ല ഇന്ന് ലാലേട്ടനെ കാണാൻ പോവേണമെന്ന്. ദൈവമേ, വ്ളോഗ് യൂണിവേഴ്സിൽ ഇന്നാണ് ഗൈസ് എൻ്റെ ബർത്ത്ഡേ ആവുന്ന ദിവസം. അപ്പോൾ ആദ്യം അമ്പലത്തിൽ പോവാ, ദൈവത്തോടൊന്ന് നന്ദി പറയട്ടെ എന്നെ ഇങ്ങനെയൊക്കെ കൊണ്ട് നടക്കുന്നതിന്, ഇത്രയും നല്ല നല്ല കാര്യങ്ങളൊക്കെ ലൈഫിൽ ചെയ്തു തരുന്നതിന്. അതിനുശേഷം നമുക്ക് കുട്ടിയെ എടുത്തിട്ട് നേരെ പോയി ലാലേട്ടനെ കാണാം. ഓഹ് പിള്ള ചേട്ടാ, നിങ്ങൾ മുത്താണ്. ഓക്കെ. ഇന്നലെ രാത്രി കിടന്ന് ഡാൻസ് കളിച്ച് ഊപ്പാട് വന്നു ഗൈസ്. അവരെല്ലാം കൂടെ സത്യം പറഞ്ഞാൽ അവർ സർപ്രൈസ് ആണ്. പക്ഷെ അവരെ കണ്ടിട്ട് ഞാൻ സർപ്രൈസ് ആയില്ല. പക്ഷെ 12 മണി ആവണേന് മുന്നേ തന്നെ അവിടെ ഒരു കേക്കൊക്കെ മുറിച്ച്, അയ്യോ എന്തൊക്കെ ബഹളമായിരുന്നാന്ന് തോന്നുന്നല്ലേ. അവിടെ DJ ഒക്കെ എന്റെ പേരൊക്കെ വിളിച്ച് പറഞ്ഞ് ഡാൻസ് കളിച്ചോണ്ടതിന്റെ ഇടയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കി. അപ്പൊ അതൊക്കെ ചില്ല് സാധനങ്ങളായിരുന്നു കേട്ടാ. ഇതെല്ലാം കൂടെ അവർ ഓർഗനൈസ് ചെയ്ത് മൊത്തത്തില് ഇന്നലെ കളർഫുൾ ആക്കി തന്നു ഗൈസ്. ഹാപ്പി. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കൂട്ടുകാരുടെ അടുത്ത് നന്ദി പറയാൻ പാടില്ല എന്നുണ്ട്. എന്നാലും താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ മേക്കിംഗ് മൈ എന്താ പറയാ 32nd ബർത്ത്ഡേ ഹാപ്പി, ഫ്രൂട്ട്ഫുൾ, എലിഗന്റ്, എക്സൈറ്റിംഗ് ആൻഡ് എൻചാന്റിങ്. ഇതിൽ കൂടുതൽ ഇംഗ്ലീഷ് വാക്കുകൾ എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി നമുക്ക് നേരെ അമ്പലത്തിൽ പോവാം ഗൈസ്. അമ്പലത്തിൽ പോയിട്ട്, അയ്യോ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, ലാലേട്ടനെ കാണാൻ പോവാം. ഞാൻ ഒന്ന് തൊഴുതിട്ടൊക്കെ വരാം. ഇന്നലെ പുതിയ ഉടുപ്പൊക്കെ വാങ്ങിച്ചിട്ടിട്ട് ദാണ്ട കുട്ടി വരണം ഗൈസ്. കേറടാ എന്റെ മോനെ, പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഒരുങ്ങി ഇറങ്ങാൻ പറഞ്ഞു ഒരുങ്ങി ഇറങ്ങി. അത്ര ഉള്ള എടാ കിടിലൻ ഡ്രസ് കേട്ടാ. എടാ ഇത് പിടി. എനിക്കാണെങ്കിൽ വണ്ടി ഓടിക്കുമ്പോഴും ഒക്കെ അതിന്റെ കൂടെ എടാ നിന്റെ ഈ ഊള റിംഗ് ട്യൂൺ ഒന്ന് മാറ്റുമോ? നിന്നെ വിളിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ എന്ന് ഒരുമാതിരി നല്ല സന്തോഷമുള്ള കാര്യത്തിന് പോകുമ്പോഴത്തേക്കും കേൾക്കാൻ പറ്റിയ പാട്ട്. എടാ ഇവിടെ നിന്ന് പനപ്പള്ളി നമ്മുടെ പാലം കയറാണ്ട് ലെഫ്റ്റ്. സൗദി പോയില്ല അവിടെ തന്നെ. ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. പിറന്നാളായിട്ടേ ഗൈസ്, ലാലേട്ടനെ കാണുന്നതിന് മുന്നേ ലാലേട്ടനെ കാണാനായിട്ടുള്ള വഴി ഒരുക്കി തന്ന ഈശ്വരനെ കാണണമല്ലോ. ദൈവമേ, ഞാൻ ഒന്ന് തൊഴുതിട്ട് വരാം ഗൈസ്. എനിക്കാണെങ്കിലുണ്ടല്ലോ ഉള്ളിലെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഹായ്, നല്ല ഭംഗി. കുട്ടിയാണ് പറഞ്ഞത് കേട്ടോ ഈ അമ്പലം ഇവിടെ ഉള്ള കാര്യം. ഞാൻ തൊഴുതിട്ട് വരാം. ഇപ്പോഴാണ് ഗൈസ് സത്യം പറഞ്ഞ ഒരു സമാധാനമായത്. എൻ്റെ പൊന്നു ഭഗവാനെ, 32 വയസ്സിൽ നീ ഒരുപാട് വഴികളിലൂടെ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. വിഷമമായാലും സന്തോഷമായാലും എല്ലാം ഞാൻ ഇരു കൈ നീട്ടി സ്വീകരിച്ച് ഇപ്പം വീണ്ടും എൻ്റെ ലൈഫിൽ വലിയൊരു സന്തോഷത്തിൽ കൊണ്ടെത്തിച്ചേക്കുകയാണ്. താങ്ക് യു, ലവ് യു. എനിക്കറിഞ്ഞൂടെ ഗൈസ് നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഞാൻ ജനറലി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ചെന്ന് നിന്നിട്ട് ഞാൻ കുറേ നന്ദി പറയും കേട്ടോ. ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിന്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. പിന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവരെ കുറിച്ചെല്ലാം ഒന്ന് പ്രാർത്ഥിക്കും. എടാ ഇത് അടിപൊളി അമ്പലോടാ. നിനക്ക് ചുമ്മാരി. ഞാനാണെങ്കിൽ സമയം ലേറ്റ് ആയി പോയോണ്ടേ ഗൈസ് നമ്മൾ അവിടെ പള്ളിയിറക്കാവിൽ കയറാൻ പറ്റിയില്ല. കാരണം ട്രാഫിക് വരുമെന്ന് അറിഞ്ഞൂടല്ലോ. പക്ഷെ പറഞ്ഞ വഴിക്ക് ട്രാഫിക് ഇല്ലായിരുന്നു ഗൈസ്, എല്ലാം ഗ്രീൻ സിഗ്നൽ ആയിരുന്നു. അപ്പോൾ എനിക്ക് പക്ഷെ ഉള്ളിൽ അമ്പലത്തിൽ കയറാതെ എനിക്ക് പോകാൻ പറ്റൂല എന്നുള്ളൊരിതായിരുന്നു. അങ്ങനെ ഇവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ നേരെ പോട്ടെ ഗൈസ്. 8:22 8:30 നമ്മൾ അവിടെ എത്തണം. എത്തിയിരിക്കും 8:30. 8:45 ലാലേട്ടൻ വരും. 8:30 എത്തും. ഓക്കെ, ഇറങ്ങാടാ. ഓക്കെ, ഞങ്ങൾ ഇറങ്ങട്ടെ സുഹൃത്തുക്കളെ. ഇതാ എത്തുന്നു മാലാഖ. ഇത് പിടിച്ചേടാ എന്റെ പൊന്നു പിള്ളേർട്ടോ.
താങ്ക് യു സോ മച്ച്. കാരണം ആ മനുഷ്യന്റെ ഫ്ലാറ്റ് നോക്കി ടാറ്റ കാണിക്കാത്ത ഒരു ദിവസം പോലും എനിക്ക് ലേമറുടിയിൽ ഉണ്ടായിട്ടില്ല. ഇതുവരെ കണ്ടിട്ടില്ലേ? ആദ്യമായിട്ടാണ് കാണുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ കംപ്ലീറ്റ് രോമാഞ്ചം. അത് മാത്രമല്ല ഇന്നെന്റെ ബർത്ത്ഡേയും കൂടെയാണ്. സത്യം, താങ്ക് യു. ഇതാണ് സുഹൃത്തുക്കളെ എന്റെ. ഇപ്പം ഇദ്ദേഹത്തിന് എനിക്കും അറിയില്ല, ഇത്രയും നാളായിട്ട് ലാലേട്ടനെ കണ്ടിട്ട് ബർത്ത്ഡേ ആയിട്ട് ഇന്നലെ രാത്രി വിളിച്ചു പറഞ്ഞിട്ട് വെളുപ്പിനെ വേറെ പ്രോഗ്രാം കളഞ്ഞിട്ടാണ് കറക്റ്റ് വന്നത്. എനിക്ക് വേറെ ഒന്നും അറിയണ്ട. ഓ, ഞാൻ ഹാപ്പി. താങ്ക് യു. ഇത് പുതുതായിട്ട് തുടങ്ങുന്നതാണ്. നിങ്ങൾ നോട് മൊത്തം ഓടി തുടങ്ങിയതല്ല. കച്ചൂട്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ദൈവമേ. എല്ലാം മംഗളമായിട്ട് അമ്പലത്തിലും പോയി നിങ്ങൾക്ക് കൂടെ ചേർത്താണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഓ, പൊളിക്കും നമ്മളത്. ഓവർ എക്സൈറ്റ്മെന്റ് കാരണം എന്റെ എക്സൈറ്റ്മെന്റ് പോലും പുറത്തു വരേണ്ട സുഹൃത്തുക്കളെ. മൊത്തത്തിൽ കിളിവായി നിൽക്കുന്ന അവസ്ഥയിലാണ്. പൊളിക്കും നമ്മള്. വരട്ടെ. ആഡ് ആൻഡ് കോയ നേട്ടാ. ഇത് ആക്ച്വലി ഇവിടെ നല്ല ലൊക്കേഷനിലല്ലേ ഇതിരിക്കുന്നത്. ഇത് ഒരു ചായക്കട കോൺസെപ്റ്റില് രാവിലെ 7 മണി മുതൽ 11 മണി വരെ മട്ടൻ മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഷോപ്പാണ്. കൊള്ളാല്ലേ, മട്ടൻ മാത്രം. ഇത് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഇറങ്ങുമ്പോൾ ഇത് പ്രോപ്പറായിട്ട് ലോഞ്ച് ആയി കഴിഞ്ഞിരിക്കും. അപ്പോൾ കൊള്ളാം. ഞാൻ എന്തൊക്കെയാണ് ഈ ക്യാമറ തുറന്നു വെച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓളത്തിൽ നിൽക്കുകയാണ് കേട്ടാ. മട്ടൻ മാത്രം കിട്ടുന്ന കടയുണ്ട്. റജിയിലൊക്കെ നമ്മുടെ മട്ടൻ സ്പെഷ്യൽ കടകളാണ്. ഹലോ, ആരൊക്കെയോ നിൽക്കുന്നു സുഹൃത്തുക്കളെ. ഉണ്ണിച്ചേട്ടാ നിൽക്കുന്നു. ഉണ്ണിച്ചേട്ടാ ഹലോ, സുഖമാണോ? അടിപൊളി. അല്ല, ലാലേട്ടനെ കാണാൻ വന്നതാണ്. എടാ നീ ഇവിടെ നിൽക്കരുത്, നിന്നെ കാട്ടില്ലടാ ഞാൻ. കണ്ടില്ലേ? സുഖമാണോടാ? സുഹൃത്തുക്കളെ, അതെന്റെ തലേന്ന് പോവായിരിക്കും. കേരള ഫുഡി എത്തിയിരിക്കുകയാണ്. ഹലോ ഫുഡി, നീ ജിമ്മനായടാ കുറച്ചുകൂടാ ആയി. 100 ഡേയ്സ് ചലഞ്ച്. ആ, നല്ലതാ. എനിക്ക് വേറെ ഒന്നും അറിയണ്ട സുഹൃത്തുക്കളെ. കുളിച്ചു, അമ്പലത്തിൽ പോയി. എന്തു പറ്റി? ഇന്ന് ബർത്ത്ഡേ ആടാ എന്റെ. ഷസാം വാച്ചല്ലടാ, വേറൊരു എനിക്കൊരു ഐമാക് ആണ് വാങ്ങിച്ചു തന്നത്. ബർത്ത്ഡേക്ക് ഒന്നും വാങ്ങിക്കണില്ല. സത്യമായിട്ടും അല്ലേ, അങ്ങനെ ചെയ്യൂല ഞങ്ങള്. അത് മനസ്സറിഞ്ഞ് കണ്ടുപിടിച്ച് കൊടുക്കുന്നതാണ്. താങ്ക് യു. എടാ ഫുഡി ട്രിവിയ. എടാ നീ എന്തുവാടാ പറയണത്? ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നവർക്ക് എന്ത് കിട്ടിയാലും സന്തോഷമാണ്. ഒരു വിഷ് മതി നമുക്ക്. താങ്ക് യുടാ തിക്കല. പക്ഷേ എന്റെ ബർത്ത്ഡേക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇപ്പം ഷെഫുള്ള തന്നത്. സത്യം. ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? ആടിനെ കൊടുക്കാൻ വേണ്ടി വന്നവരാണ് ഞാൻ. ചുമ്മാരി അവ ആട് കൊടുക്കണമെങ്കിലും അവൻ വന്നില്ലേ? ഓക്കെ, നമുക്ക് വരട്ടെ, നമ്മളെ സെറ്റ് ആക്കാം. ഇത് ആരൊക്കെയാ ഇവിടെ വന്ന് നിൽക്കണ ചേട്ടാ? നമസ്കാരം. അത് ഇന്ന് ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആണ്. അപ്പൊ ആദ്യമായിട്ട് ലാലേട്ടനെ കാണാൻ സാധിക്കണേ. എന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയാണ്. മൊത്തത്തിൽ കിളി ഇതുവരെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടേ ഇല്ല. ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹമാണെന്ന് സഫലീകരിക്കാൻ പോകുന്നത്. എന്റെ പൊന്നെ ഗൈസ്, ഈ നാട് മൊത്തം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ ഒരു സെൽഫി എടുക്കണം, ഇന്ന് പോഡ്കാസ്റ്റിലോട്ട് ഇൻവൈറ്റ് ചെയ്യണം. ഷഫിളേ, എനിക്ക് പറയാൻ വാക്കുകളില്ല. ഇത് എത്രാമത്തെ ഓപ്പണിംഗ് ആണ് നമ്മുടെ? 28ാമത്തെ. വന്നോ? ഞാൻ ചുമ്മാ മുരുക ഈശ്വര എല്ലാം ഐശ്വര്യമായിട്ട് നടക്കണം. എന്റെ ബ്ലോഗിൽ വന്ന ലാലേട്ടൻ നാളെ കുറിക്കാൻ പോകുന്നു. ഓഫ്, ലാലേട്ടൻ്റെ മുതു. ഈശ്വര എല്ലാം ഐശ്വര്യമായിട്ട് നടക്കണേ.
ഓക്കെ, ലാലേട്ടൻ അതൊക്കെ കണ്ടിട്ടിറങ്ങി വരട്ടെ. ഇവിടെ ആയിരിക്കും നമ്മളിരിക്കാൻ പോണത്, അവിടെ ആയിരിക്കും ലാലേട്ടൻ ഇരിക്കാൻ പോകുന്നത്. എന്താടാ ഓറേ ലാലേട്ടൻ്റെ ഞാൻ മൃദംഗ പുളക്കുന്നവരാണ്. അതെ, അവന്റെ ബർത്ത്ഡേക്ക് ലാലേട്ടൻ ആദ്യമായിട്ട് കാണുന്നവനാണ്. പിടിയടാ ഇത്. എനിക്ക് എന്താ പറയട്ടെ പറഞ്ഞുകൂടാ. മെനി ഹാപ്പി റിട്ടേൺ. താങ്ക് യു കേട്ടോ, താങ്ക് യു. നമസ്കാരം. അറിയാത്ത ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ലാലേട്ടാ. എന്റെ ബർത്ത്ഡേ ആണോ? ഷെഫിളിൽ ഒരുപാട് സന്തോഷം ലാലേട്ടാ. ലാലേട്ടന്റെ ഫ്ലാറ്റ് നോക്കി ഞാൻ 1000 കാറ്റ് എങ്കിലും കാണിച്ചിട്ടുണ്ട്. എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടുള്ള ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന്. ഒരുപാട് സന്തോഷം ലാലേട്ടാ. ഒരു കാര്യം കൂടെ, എന്തെങ്കിലും ഒരു ദിവസം എനിക്കൊരു പോഡ്കാസ്റ്റ് ഉണ്ട് ലാലേട്ടാ, അതിലൊരു ഗസ്റ്റായിട്ട് വരണം. അങ്ങനെ സംഭവിക്കട്ടെ. അതെ, അങ്ങനെ സംഭവിക്കട്ടെ. അതെ, ഒന്ന് എടാ കുട്ടി എടുത്തടാ. കുട്ടി കൈ കൊടുത്താ ഫോട്ടോ എടുത്തു നമ്മള്. ഇല്ലടാ പറയടാ ഡയറക്ടർ ഡ്രൈവെന്ന്. എടാ എനിക്ക് എന്ത് പറയണമെന്ന് പോലും അറിഞ്ഞോടാ. ബർത്ത്ഡേ വിഷ് ചെയ്തല്ലോ. ഞങ്ങൾക്കൊരു ബർത്ത്ഡേ വിഷ് കിട്ടിയില്ലേ? എടാ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അത് ലാലേട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞടാ. ഞങ്ങളുടെ ഏറ്റവും ഈ 34 വയസ്സിലേക്ക് ഏറ്റവും വലിയ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ഇതാണ്. അതെ, ഒരു സംശയം. എന്റെ വായൊക്കെ ഉടങ്ങണ കേസ്. എനിക്ക് ക്ഷയിക്കാൻ കിട്ടിയടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറഞ്ഞു. ഓ, കലേശ്വരനും മാത്തുക്കുട്ടി ചേട്ടനും സംസാരിക്കുക ലാലേട്ട് ഇരുന്ന്. എടാ അന്നേരം എടുത്തത് കൊണ്ട് എടുത്ത് കേട്ടാ. ഷെഫിള്ളക്ക് ഒരു വലിയ നന്ദി കൊടുത്താലേ പറ്റുള്ളൂ. ഷെഫിള്ള നിങ്ങൾ മുത്താണ്. നിങ്ങളുടെ എല്ലാ റെസ്റ്റോറൻറ്റും ഞാൻ ഫ്രീ ആയിട്ട് പ്രൊമോട്ട് ചെയ്തു. ലാലേട്ടാ, ഒരു ദിവസം ലാലേട്ടൻ പോഡ്കാസ്റ്റിൽ എത്തും. ആദ്യം കയറിയതുകൊണ്ട് കയറി കേട്ടാ ഗൈസ്. ഷെഫിള്ള പിള്ളച്ചേട്ടാ, ഏതാ ഇവിടെ ഒരു മട്ടൻ ഇരിക്കുന്നത് നീ കണ്ടായിരുന്നു? ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരട്ടെ ഗൈസ്. എടാ എന്തുവാടാ ഇത്? ഇതാണ് നെടുമങ്ങാട് നിന്ന് നാട്. ഇതാണല്ലേ നീ നെടുമങ്ങാട് കൊണ്ടോ നാട്? നീ നെടുമങ്ങാടുകാരനാണല്ലേ? എടാ എനിക്കൊരു സംശയം. എടാ നീ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഹെഡ് ഷെഫായിട്ട് വർക്ക് ചെയ്യണം. എടാ ഇത് ഇവിടെ ഇത്രയും പൈസ കുറവിന് എങ്ങനെയാണ് അത് കൊടുക്കണം? ഇപ്പം പറഞ്ഞ മട്ടൻ ബിരിയാണിക്ക് 250 രൂപ ഉള്ളത്. മട്ടൻ ബിരിയാണിക്ക് 200. നമ്മുടെ എല്ലാ സാധാരണ ആൾക്കാരും വന്ന് നമ്മളെ മട്ടൻ ബിരിയാണി കഴിക്കണം. നമ്മുടെ ബിരിയാണിക്ക് പ്രത്യേകതയുണ്ട്. അത് ഞങ്ങൾ ഈ ട്രിവാൻഡ്രം സ്റ്റൈലല്ല, നമ്മളൊരു മലബാർ സ്റ്റൈൽ പിടിച്ചിട്ടാണ് സംഭവം ചെയ്യണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ ഒരു ഐറ്റം നമ്മൾ ഈ ബിരിയാണിയിൽ യൂസ് ചെയ്യണില്ല. ഓൺലി ഗരം മസാല മാത്രം. അത് നമ്മൾ നമ്മുടേതായ രീതിയിൽ ഒരു. ഇത് എവിടുത്തെ സ്റ്റൈലാണ് മട്ടൻ? മലബാർ സ്റ്റൈൽ ദം ബിരിയാണിയാണ് മട്ടൻ. അയ്യോ, ഇടി നമുക്ക് തിന്നാൻ കിട്ടുമോ ഇപ്പം? പിന്നെ കിട്ടുമല്ലേ? പശു നെയ്യ് ഉപയോഗിക്കണില്ല ബിരിയാണി. പശു നെയ്യ് ഉപയോഗിക്കണില്ലേ? പിന്നെ എന്ത് നെയ്യാ ഉപയോഗിക്കുന്നത്? മട്ടന്റെ ഫാറ്റ് വെച്ചിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന നെയ്യാണല്ലേ? പൊളിക്കും. ലാലേട്ടൻ കഴിക്കുന്നത്. അപ്പൊ പിന്നെ ആ മട്ടൺ എന്തായാലും ഞാനും കഴിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ. ലാലേട്ടൻ ഇറങ്ങുക സുഹൃത്തുക്കളെ. ലാലേട്ടൻ പോവുകയാണ് കേസ്. ഷെയ്ക്ക് ഹാൻഡുകളൊക്കെ കൊടുത്ത് ലാലേട്ടൻ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. പോവുകയാണോ ലാലേട്ടൻ? ലാലേട്ടൻ പറഞ്ഞു പോഡ്കാസ്റ്റിൽ വരുന്ന അങ്ങനെ സംഭവിക്കട്ടെ എന്ന്. ലാലേട്ടൻ വരുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ നമ്മുടെ പോഡ്കാസ്റ്റിനെ, നമ്മുടെ ചാനലിനെ നമ്മൾ ഉയർത്തിക്കൊണ്ട് വന്നിരിക്കും. ഇത് എൻ്റെ വാക്കാണ്. ഡയർ ടു ഡ്രീം ചെയ്തിരിക്കും. ലാലേട്ടനെ പോലെയുള്ളൊരു എമിനൻ്റ് പേഴ്സണാലിറ്റി വരണമെങ്കിൽ അതിനും മാത്രം റീച്ച് വേണം. മിക്കവാറും എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് എന്തെങ്കിലും ഒരു പടത്തിൻ്റെയോ അല്ലെങ്കിൽ അമ്മാതിരി ഉള്ളൊരു സാധനത്തിൻ്റെ എന്തിൻ്റെയോ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ വരാൻ സാധ്യത ഉണ്ടാവുക. പടം ഇല്ലെങ്കിൽ പോലും നമ്മുടെ പോഡ്കാസ്റ്റിൽ വന്നിരിക്കാനായിട്ടുള്ളൊരു ലെവൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കും.
അല്ല പോഡ്കാസ്റ്റ് വരുമെന്ന് പറഞ്ഞില്ലേ, നമ്മൾ എത്ര ടാറ്റ കൊടുത്തതിന് ശേഷം നമ്മൾ അന്നും പറഞ്ഞു, എത്ര വർഷം മുമ്പ് പറഞ്ഞ ബ്ലോഗിൽ കൊണ്ടുവരാം 3 വർഷം 4 വർഷം മുന്നേ പറഞ്ഞ കാര്യം, 4 വർഷം മുന്നേ പറഞ്ഞ കാര്യം ബ്ലോഗിൽ കൊണ്ടുവരാം. അതിപ്പോ നടന്നെങ്കിൽ പിന്നെ പോഡ്കാസ്റ്റ് നടക്കാനാണ് പാട്. ആരെങ്കിലും കാണിച്ചു കൊടുക്കും, ഉറപ്പാണ്. മുരുകൻ കൂടെ ഉണ്ട് സ്വാമി. ഇത് ആത്മാർത്ഥമായിട്ടുള്ള കെട്ടിപ്പിടിയാണ് ഷെഫേ. താങ്ക് യു സോ മച്ച്. എനിക്ക് ഇത്രയൊക്കെ ഓ, എനിക്ക് ഭയങ്കര അന്യായ ലെവൽ ഓഫ് മോട്ടിവേഷനും എന്തൊക്കെ എൻ്റെ തലയിലോട്ട് കയറി കേട്ടാ. ഒന്നാമതേ ഞാൻ വർക്ക് ഹോളിക്കാണ്, ഓവർ വർക്കിംഗ് എന്നാണ് എല്ലാവരും പറയണത്. ഇല്ല, റെഡിയാണ്. ഓക്കെ ഓക്കെ, മട്ടൻ കയറട്ടെ. നമ്മൾ ചില സമയം വണ്ടി എടുത്തിട്ടൊക്കെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും കിട്ടുന്നതൊക്കെ ഗ്രീൻ ലൈറ്റ് ആയിട്ട് വരും. നമ്മളെവിടെയെങ്കിലും എത്താൻ ചില സമയത്ത് നമ്മൾ എത്ര തിടുക്ക് പിടിച്ച് പോയാലും വഴി കൂടെ പോകുമ്പോൾ കിട്ടുന്ന എല്ലാം റെഡ് ലൈറ്റ് ആയിരിക്കും. അത് മാറി തിരിഞ്ഞ് ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. ഗ്രീൻ ലൈറ്റ് കിട്ടുമ്പോൾ അത് മാക്സിമം നമ്മൾ അതിന് വർക്ക് ചെയ്യുക. റെഡ് ലൈറ്റ് കിട്ടുമ്പോഴും മാക്സിമം വർക്ക് ചെയ്യുക. മാക്സിമം അല്ല, ഗ്രീൻ ലൈറ്റ് കിട്ടുമ്പോൾ വർക്ക് ചെയ്യുന്നതിൻ്റെ 10 മടങ്ങ് ഇരട്ടിയിൽ നമ്മൾ റെഡ് ലൈറ്റിൽ വർക്ക് ചെയ്യുക. എന്തൊക്കെ പിച്ചും പയ്യും പറയണമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ അങ്ങനെയാണ്. ദൈവം ഇടയ്ക്കൊക്കെ നമുക്ക് അങ്ങനെയുള്ള ഗ്രീൻ ലൈറ്റുകൾ തരുള്ളൂ. അപ്പോൾ ഇതെൻ്റെ ലൈഫിലൊരു വലിയ ഗ്രീൻ ലൈറ്റാണ്. മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ഒരു മോട്ടിവേഷനാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ചെറിയ കാര്യങ്ങളിൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, കാരണം ചിലപ്പോൾ എൻ്റെ പിടി വിട്ടു പോകും. താങ്ക് യു. നമുക്ക് മട്ടൻ കയറ്റാം. താങ്ക് യു ഫോർ ബീയിങ് ദെയർ ഫോർ മീ. നിങ്ങളും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പിറന്നാൾ ദിനം. താങ്ക് യു സോ മച്ച് ലാലേട്ട ഫോർ മേക്കിംഗ് ഇറ്റ് സോ സ്പെഷ്യൽ. ലാലേട്ടന് ഞാനുണ്ട്, ഇങ്ങനൊരു മനുഷ്യനുണ്ടെന്ന് അറിയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ചിലപ്പോൾ ആൾക്കാർ തോന്നുമായിരിക്കും ഒരാളെ കാണുന്നതല്ലേ ഇതിലെന്തുമാത്രം ഇത്രയും മാത്രം എക്സൈറ്റഡ് ആവാനൊക്കെ ഉണ്ടോ എന്ന്. പക്ഷേ എൻ്റെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവും. 100 കണക്കിന്, എനിക്ക് ഓർമ്മയില്ല കേസ്, ഞാൻ എനിക്ക് 125 ഡെയിലി വ്ളോഗ് എന്തോ ആദ്യത്തെ എൻ്റെ ഡെയിലി വ്ളോഗിങ് സീസണിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എപ്പോഴൊക്കെ ഞാൻ മഴവിൽ ഷൂട്ടിനുണ്ടായിരുന്നു, എപ്പോഴൊക്കെ ഞാൻ എറണാകുളത്തുണ്ടായിട്ടുണ്ടോ, അപ്പോഴൊക്കെ ഞാൻ ലേ മെറിഡിയൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഐഡൻറ്റിറ്റി ടവേഴ്സിൽ നോക്കിയിട്ട് ടാറ്റ കൊടുക്കും. ഞാനും കുട്ടിയും ഞങ്ങളുടെ രാവിലെയുള്ള റുട്ടീനായിരുന്നു. അതെ, ലാലേട്ട് അതിനകത്തുണ്ട്, ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. ടാറ്റ ഞാൻ മുടക്കിയിട്ടില്ല. ഒരു ഹാപ്പി താങ്ക് യു ഡാറ്റ ഡ്രിങ്ക്. ഗൈസ്, ഇതാണ് ആടാൻകോയുടെ സ്റ്റാർട്ടിംഗ് മെനു കേട്ടാ. ട്രാവൻകൂർ ഉറട്ടി കിടക്കണ കണ്ടാ മോനെ. പിന്നെ ഷെഫ് നമ്മളാ തിരുവനന്തപുരംകാരനാണ്. ഷെഫ് എടാ, നീ തിരുവനന്തപുരംകാരനല്ലേ? എവിടാ സ്ഥലം? തിരുവനന്തപുരം. അടിപൊളി, പ്രൗഡ് ഓഫ് യൂടാ. അത്രേ ഉള്ളൂ. ഇതൊക്കെ എന്താണ്? കട്ട്ലറ്റാ? എന്താണ് കട്ട്ലറ്റ് അല്ലേ ഇത്? ആ, ഓക്കെ. കിണ്ണ സാധനം, സോസ് തിന്നൂലേ, ഇത് കിണ്ണ സാധനം. സനുഭവം കൊണ്ടുവന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ ഒരു വ്ളോഗ് ചെയ്യാൻ. ഫുഡ് ഡാഡി, ഫുഡ് ക്യാമറ. ഓ ഗൈസ്, മട്ടൺ ലിവറൊക്കെ വന്നേക്കണം. നാല് ടേസ്റ്റ് ഉണ്ട് കേട്ടോടാ. അല്ല, അതിനല്ല ഇതിന്. കൊള്ളാം കൊള്ളാം. മട്ടൺ ലിവർ കിടുവല്ലേ? കല്യാണത്തിന്റെ കാര്യം നീ ഓർമ്മിപ്പിക്കല്ലേ, ഞാൻ മട്ടൺ തിന്നട്ടെ. നല്ല പൊറോട്ടയും മട്ടൺ സ്റ്റൂവും കൂട്ടത്തിൽ കുറച്ച് മട്ടൺ ലിവറും എന്താ സാരി കഴിച്ചത്. പൊറോട്ട എന്നിട്ട് ചെറിയ ട്രെയിൻ എടുക്കുക, ഇതിലിട്ട് കുതിർക്കുക, അതാണ് മെയിൻ ഐറ്റം. ചൂട് കുതിർത്ത് കഴിഞ്ഞിട്ട് ചൂടാടേ പൊറോട്ട കുതിർത്തതിന് ശേഷം നമ്മൾ മട്ടൻ്റെ പീസ് എടുത്ത് ഇതിനകത്തിങ്ങനെ വെക്കുക. ഒരു സാധനം ഇങ്ങനെ കിട്ടും. പൊറപ്പ സാധനമാണോ? ഓ, നീ കൊണ്ടുവന്ന മട്ടനാണല്ലേ? അതാണ് ആകാംക്ഷയോട് കൂടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നല്ല മട്ടനാടാ. ആണല്ലേ? തിരുവനന്തപുരത്തിന് ആടിനെ ഇറക്കി കഴിച്ച് നമ്മളിങ്ങോട്ട്. ഓ, അത് കഴിഞ്ഞിട്ട്
മട്ടൻ ലിവറൂടെ കയറ്റുമ്പം സ്വർഗം. ഓക്കെ, ഞാൻ കഴിക്കട്ടെ. ഹലോ ഗൈസ്, ഇതേ നമ്മുടെ ആഡൻകൂടെ ഒരു പാലുക ചേർന്നതിൻ്റെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട കുറേ ആൾക്കാർ വന്നു. അതിൻ്റെ ഏറ്റവും വലിയ രസം വെച്ചാൽ നമ്മുടെ കാർത്തിക് സൂര്യയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ഞങ്ങളൊരു ലാമ്പ് കട്ട് ചെയ്ത് ആഘോഷിച്ചു. അപ്പോൾ എനിക്ക് തിന്നാൻ കിട്ടിയില്ലെന്നുള്ളതാണ് കോമഡി. എല്ലാവർക്കും കൂടെ ഒരു ബർത്ത്ഡേ വിഷസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു കാർത്തിക്, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഇത്രയും നല്ലൊരു നിമിഷം ഉണ്ടായിരുന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു ചേട്ടാ. നിങ്ങൾ പെട്ടെന്ന് പോഡ്കാസ്റ്റിലോട്ട് വന്നു. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷമാണ് ചേട്ടാ. എന്റെ ഒരു ഡ്രീമായിരുന്നു, ഭയങ്കര വലിയൊരു ഡ്രീമാണ് ഇന്നിപ്പോ ഇവിടെ നടന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം കൺസീവ് ആവുമെന്ന് പറഞ്ഞത്, പക്ഷേ എനിക്കും എന്റെ ഫോളോവേഴ്സിന് അത് മനസ്സിലാവും. താങ്ക് യു. സന്തോഷം. അതെ, അപ്പോ ഇതുപോലെ ഇനിയും ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങാൻ ഇടയുണ്ടാവട്ടെ. ആൻഡ് ഒഫീഷ്യലി വെൽക്കം യു ടു പോഡ്കാസ്റ്റ്. എടാ സത്യം പറഞ്ഞ നിന്റെ ബർത്ത്ഡേ എന്നടാ ഉണ്ടാ 22ാമത്തെ ബർത്ത്ഡേ. അയ്യോ. എന്നാലും താങ്ക് യു ബ്രോ. അപ്പോ നല്ലതായിട്ട് വരേണ്ട കാര്യങ്ങൾ. ഓക്കെ, പതുക്കെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഇന്നത്തെ ഈ വീഡിയോ എൻഡ് ചെയ്യാൻ ഇതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് വേറെ ഇല്ല ഗൈസ്. കാരണം ഇവിടെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എണ്ണമറ്റാത്ത അത്രയും സമയം നമ്മൾ ലാലേട്ടാ ഗുഡ് മോർണിംഗ്, ലാലേട്ടാ ഹായ്, ആ ബിൽഡിംഗ് നോക്കി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു ആ ബിൽഡിങ്ങിനടുത്താണ് ലാലേട്ട താമസിക്കുന്നത്. എന്നിട്ട് നീയാണല്ലേ പറഞ്ഞത്? ആ ഒരു പറച്ചില് എത്ര ഹായ് ഗൈസ്, എത്ര ദിവസം ഗൈസ്, എന്തുമാത്രം ആഗ്രഹം ഗൈസ്, എന്തുമാത്രം സ്വപ്നങ്ങളാണ് ഗൈസ്. ആൻഡ് അത് ഇന്ന് ഫുൾഫിൾ ആയി കിട്ടി. ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ബർത്ത്ഡേ, അതും പിറന്നാളുടെ. നിങ്ങൾ ആലോചിക്കണം എൻ്റെ ഒരു മൈൻഡ്. ഒരു 4 വർഷം മുമ്പ് നമ്മൾ ഹായ് എടുത്ത് തുടങ്ങിയാണ്. അന്നും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വ്ളോഗിൽ കൊണ്ടുവന്ന് ഗൈസ്, നമ്മൾ കൊണ്ടുവന്ന് ഗൈസ്. ഇനി പോഡ്കാസ്റ്റ് ഡെയർ ടു ഡ്രീം. നമുക്ക് ഇന്നത്തെ പഴയ ഔട്ടർ എടുത്താലാടാ. അപ്പൊ ഒരിക്കൽ കൂടാ ലാലേട്ടൻ ഒരു ഹായ് ഓടറാ. ഹായ് ലാലേട്ടാ. നമ്മൾ രാവിലെ കാട്ടിരുന്നു, നമ്മൾ സംസാരിച്ചു, എന്റെ ബർത്ത്ഡേ വിഷൊക്കെ ചെയ്തു. താങ്ക് യു സോ മച്ച് ലാലേട്ടാ. നമ്മളിപ്പോ മച്ച കമ്പനിയാണ്. എന്തായാലും ഗൈസ്, ഐ ആം റിയലി ഹാപ്പി ടുഡേ ഗൈസ്. ഇനി ബാക്കി കാര്യങ്ങളോട് അതിനു വേണ്ടി ഈ വ്ളോഗ് ഇവിടെ ചെല്ലിയാണ്. കാരണം ഇത് ഇത്രയും മതി. ലാലേട്ടനാണ് ഈ വ്ളോഗിന്റെ ഐശ്വര്യം, ഇന്നത്തെ വ്ളോഗിന്റെ. പോയാലേടാ നമുക്ക് ഔട്ടർ എടുത്താലേ? അല്ലല്ല, ഔട്ടർ ചെയ്യുന്ന ഫുൾ പവർ കൊടുക്കും. അപ്പൊ എന്തായാലും ഗൈസ്, ഓണെ പോസിറ്റീവ് ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ കൂടെ ഞെക്കിക്കോ. ഓക്കെ, സാധനം കാണിച്ചു തരട്ടാ. ഓടാ ഓടാ ഓ എടാ ഇന്നടാ എടാ ഇൻവൈറ്റ് ചെയ്തു ഞാൻ ലാലേട്ടനാ. അതെ എടാ ബർത്ത്ഡേ തന്നടാ. എടാ സത്യം, എടാ ബർത്ത്ഡേ വിഷ് ചെയ്തടാ എന്നാ. ഓ കിട്ടി. ലാലേട്ടൻ എങ്ങാനും പോഡ്കാസ്റ്റ് വരികയാണെങ്കിൽ അന്ന് ഞാൻ വീഴും താഴെ. പക്ഷെ ഞാൻ വിളിച്ച് അപ്പൊ ലാലേട്ടൻ പറഞ്ഞ് അങ്ങനെ സാധിക്കട്ടെ, അങ്ങനെ വരാൻ കഴിയട്ടെ മോനെ എന്ന് പറഞ്ഞു. മോനെ എടാ ലാലേട്ടന് അടുത്ത് കണ്ടടാ ഷാസു, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത്. എന്നിട്ട് ലാലേട്ടനാണ് എനിക്ക് ഹാപ്പി ബർത്ത്ഡേ മോനെ എന്ന് പറഞ്ഞത്. സെറ്റല്ലേ? അമ്മച്ചിയാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്ന. താങ്ക് യു ളിയാ. ആരുടെടാ? ആ കുട്ടിയുടെ നിന്റെ വാച്ച് ഇഷ്ടപ്പെട്ടത്.
സന്തോഷം ഓ എന്റെ വാച്ച് കണ്ടോ